Hello friends, welcome to the channel. 𝙑𝙤𝙑𝙬𝙬 channel സ്വാഗതം. എൻ്റെ പേര് അജയ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നൊരു വാലറ്റാണ്. നമ്മുടെ മെൻസിൻ്റെ ഒരു വാലറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വൈൽഡ് ഹോണിൻ്റെ ഒരു വാലറ്റ് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ RFID പ്രൊട്ടക്ഷനുള്ള ഒരു വാലറ്റ്. അപ്പോൾ നമ്മൾ ഈ വാലറ്റ് ഇതിൽ കാണിക്കാനും അൺബോക്സ് ചെയ്യാൻ കാരണം തന്നെ ഈ RFID പ്രൊട്ടക്ഷനുള്ള ഒരു വാലറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഒരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാലറ്റ് ആയതുകൊണ്ടാണ് നമ്മളിത് അൺബോക്സിങ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് ഫാഷനിലാണുള്ളത് ഇവിടെ വാലറ്റൊക്കെ. അപ്പോൾ RFIDനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസി പ്രൊട്ടക്ഷൻ ഉള്ളൊരു വാലറ്റാണ് ഇത് പറഞ്ഞത് വെച്ചാൽ റേഡിയോ ഫ്രീക്വൻസിനെ ബ്ലോക്ക് ചെയ്യാവുന്ന ഒരു ലെയർ ഇതിലുണ്ടായിരിക്കും. വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇപ്പോൾ റേഡിയോ ഫ്രീക്വൻസി വെച്ച് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ NFC കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് NFC ഉള്ളപ്പോൾ കുറേ അല്ല നമ്മുടെ ഇപ്പോൾ എല്ലാ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും മിക്കതും NFC ഉള്ളതാണ്. അപ്പോൾ NFCയുടെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ആ NFC ചിപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു പേജിൽ വരുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് ഈ NFCയുടെ ഈ ചിപ്പുകൾക്ക്. അപ്പോൾ ഒരു പേജിൻ്റെ ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ എന്താ പറയുക ഇപ്പോൾ നിങ്ങൾക്കറിയാം ഡാറ്റ തെഫ്റ്റ് മെയിനായിട്ട് നടത്തുന്നൊരു ബിസിനസ്സാണ്. അപ്പോൾ നമ്മുടെ ശരിക്കും പോക്കറ്റിൽ പേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു NFC റിസീവിങ് ഡിവൈസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ടൈപ്പ് ഡിവൈസുകളുണ്ട്. നമ്മുടെ ഈ സ്കാനിങ് അല്ലാതെ തന്നെ ചെറിയ ടൈപ്പ് ഡിവൈസുകളുണ്ട്. അത് വെച്ചൊരു ടാപ്പും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ നിന്ന് ടാപ്പ് നമ്മൾ അറിയുന്നില്ല. പേഴ്സിൻ്റെ ബാക്കിൽ നിന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് ഇൻക്ലൂഡിങ് കാർഡ് ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് ഈ ഡിവൈസിലേക്ക് റിസീവ് ചെയ്യാൻ പറ്റും അവർക്ക്. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക നമുക്ക് കുറേ ചിലപ്പോൾ ഫിനാൻഷ്യലി നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് നമ്മളിപ്പോൾ NFC കാർഡ് ഉപയോഗിക്കുന്നുള്ളവർക്ക് മിക്ക എല്ലാവർക്കും NFC കാർഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു RFID പ്രൊട്ടക്ഷനുള്ളൊരു പേഴ്സ് വാങ്ങിച്ചു വയ്ക്കുന്നതന്നെ ഞാൻ പറയുന്നത്. ഇപ്പോൾ വലിയ പ്രൈസ് വരുന്നില്ല. അർബൻ ഫോറസ്റ്റിൻ്റെ ആണ് നമ്മൾ അതിന് മുമ്പ് വൈൽഡ് ഹോണ്ട ഉണ്ടായിരുന്നു. എല്ലാവരും 500 താഴെ വരുന്നൊരു പ്രൈസാണ്. ഇതും മറ്റത് ഞാൻ ആക്ച്വലി മാറ്റാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ലുക്കിന് ഞാൻ പറയാം മറ്റത് നമ്മുടെ നോർമൽ ഒരു ബ്രൗൺ കളർ ലുക്കായിരുന്നു. ഇത് നമ്മളൊരു സ്പെഷ്യൽ കളറാണ്. വിൻറ്റേജ് ഗ്രീൻ്റെ ഒരു കളർ ലെതർ കോട്ടിങ് വരുന്നതാണ്. പിന്നെ എനിക്ക് അത്യാവശ്യം ഒരു കുറച്ച് എന്താ പറയുക കാർഡ് വയ്ക്കാനുള്ള പോർട്സുകൾ കുറച്ച് കൂടുതൽ വേണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മറ്റത് മാറ്റാൻ കാരണം. ഇത് നല്ലൊരു ബിൽ ക്വാളിറ്റി വരുന്ന ഒരു കാർഡാണ്. നമ്മളിപ്പോൾ ഡീറ്റെയിൽ പരിചയപ്പെടില്ല. MRP കൊടുത്തിരിക്കുന്നത് 2000 രൂപയ്ക്കാണ്. പക്ഷേ എനിക്ക് 414 രൂപ സംതിങ് ആണ് ആമസോണിൽ നിന്ന് കിട്ടിയത്. നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട്. ഞാൻ ആക്ച്വലി ഉപയോഗിച്ച് നോക്കിയിട്ടാണ് പറയുന്നത്. ആക്ച്വലി നമ്മുടെ ഇതിൽ ബോക്സൊന്നുമില്ല. ആക്ച്വലി ഞാൻ ഉപയോഗിച്ചിട്ട് പൈസ അവിടെ ഇരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1.5 ഡേ നമ്മൾ ഉപയോഗിച്ച് നോക്കി. നല്ലൊരു ബിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. RFID പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡും NFC കാർഡ് NFC നിങ്ങൾ അറിയാത്തൊരു NFC എന്ന് പറഞ്ഞാൽ ഒരു വൈഫൈയുടെ സിമ്പിൾ പോലെ നിങ്ങൾ കാർഡിൻ്റെ സൈഡിൽ കാണുന്നുണ്ട്. അവരുടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേ ചെയ്യാൻ പറ്റുന്നത്. അതാണ് നമ്മൾ NFC എന്ന് പറഞ്ഞിട്ട്. കുറേ പേര് വൈഫൈ എന്നൊക്കെ പറയും. ശരിക്കും അത് NFC ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പേസ് അൺബോക്സ് ചെയ്യാനും പരിചയപ്പെടാനൊക്കെ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഇറങ്ങേണ്ട മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ വേണ്ട. അതുപോലെ നമ്മുടെ വീഡിയോ കാണാത്തൊരു പോയി കാണുക, പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യട്ടെ. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ ഫുൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഡാറ്റേൻ്റെ വീഡിയോക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ അർബൻ ഫോറസ്റ്റിൻ്റെ എന്താ പറയുക RFID പ്രൊട്ടക്ഷൻ ഉള്ള ഒരു വാലറ്റാണ് നമ്മളിപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നേരത്തെ ഓൾറെഡി ഞാൻ ബോക്സ് കാണിച്ചതല്ലോ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വൈൽഡ് ഹോളിൻ്റെ ഒരു പേഴ്സ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതും RFID പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അപ്പോൾ RFID പ്രൊട്ടക്ഷൻ ഉള്ളതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. RFID എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയോ ഫ്രീക്വൻസിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നൊരു ലെയറിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിലും ഡെബിറ്റ് കാർഡിലൊക്കെ NFC ഫീച്ചർ ഉണ്ടല്ലോ. നിങ്ങൾ വയർലെസ് ചിലപ്പോൾ കുറേ പേര് പറയുമായിരിക്കും. NFC ആണ് ശരിക്കും അത് റേഡിയോ ഫ്രീക്വൻസി വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ NFC ഉള്ള കാർഡുകളിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. അത് നമുക്ക് ശരിക്കും റേഡിയോ ഫ്രീക്വൻസി ഡിവൈസ് വെച്ചിട്ട് വേണമെങ്കിൽ ഇത് നമ്മളിപ്പോൾ നമ്മുടെ ടാപ്പ് ചെയ്യുമ്പോൾ ആവണുണ്ടല്ലേ അതന്നെ സംഭവം. അത് വെച്ച് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ചിലപ്പോൾ ബാക്കിൽ നിന്നൊക്കെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കാനുള്ള ഡിവൈസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ RFID പ്രൊട്ടക്ഷനുള്ള ഒരു പേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ പോക്കറ്റിൽ വെച്ചിട്ട് നടക്കാം. അപ്പോൾ നിങ്ങൾ നോർമൽ പേഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാ ക്രെഡിറ്റ് കാർഡും വരുന്നത് NFC ഫീച്ചർ ഉള്ള കാർഡുകളായിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഒരു സെക്യൂരിറ്റി പോലെ നമ്മുടെ RFID കുറേ കാർഡിൻ്റെ ആപ്പിലും ഓഫ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. എന്നാലും നമുക്കൊരു എക്സ്ട്രാ ലെയർ പ്രൊട്ടക്ഷൻ വരണമെങ്കിൽ നിങ്ങൾ RFID പ്രൊട്ടക്ഷൻ ഉള്ള ഒരു വാലറ്റ് ഉപയോഗിച്ചാൽ മതി. അത് നിർബന്ധമായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ സൈബർ ക്രൈംസും സൈബർ സ്പാംസും സ്കാമൊക്കെ കൂടുതലാണല്ലോ. അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ലെയർ ഉള്ളത് നല്ലതാണ്. അപ്പോൾ പിന്നെ വലിയ റേറ്റും വരുന്നില്ല. അപ്പോൾ അർബൻ ഫോറസ്റ്റിൻ്റെ നമ്മൾ വൈൽഡ് ഹോൺ കണ്ട പോലെ തന്നെ ഒരു ഓൺലൈൻ ബ്രാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടില്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അത് മാറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ഞാൻ കാണിച്ചത് വെറൈറ്റി ഒരു ഗ്രീൻ കളറാണ്. അതിന് മുമ്പ് ഞാൻ പാക്കേജിങ് കാണിച്ചു തരാം. ഇതാണ് പാക്കേജിങ് വരുന്നത്. അർബൻ ഫോറസ്റ്റ് എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ MRP 2000 രൂപയ്ക്ക് കൊടുത്തേക്കുന്നത്. പക്ഷേ എനിക്ക് കിട്ടിക്കുന്നത് 414 രൂപയ്ക്കാണ്.
വിൻറ്റേജ് ഗ്രീൻ എന്നാണ് കളറിൻ്റെ പേര്. അതുകൊണ്ടാണ് ഞാൻ ഈ കളർ എടുക്കാൻ കാരണം. മാർക്കറ്റ് ആൻഡ് കസ്റ്റമർ കെയർ ആൽഫ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു വെസ്റ്റ് ബംഗാൾ ബ്രാൻഡാണ്. വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതാണ് പേഴ്സ്. ഇതിൻ്റെ ഉള്ളിൽ കാർഡ് വരുന്നുണ്ട് അർബൻ ഫോറസ്റ്റിൻ്റെ. ദിസ് ബാഗ് ഇസ് മെയ്ഡ് ഓഫ് ജെനുവിൻ ലെതർ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടാഗ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് കാർഡ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാർഡാണ് കേട്ടോ. കാർഡല്ല, വാലറ്റാണ്. എനിക്ക് ഈ കളറും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിൻ്റെ കുറേ മോഡൽസും ടൈപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. ആമസോണിൽ തന്നെ വാങ്ങിയത് തന്നെയാണ്. സ്റ്റിച്ചിങ് ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു വൈൽഡ് ഹോളണ്ടും കുറച്ചും ക്വാളിറ്റി കൂടുതലാണ് അർബൻ ഫോറസ്റ്റിൻ്റെ. അതിന് ഫ്രണ്ട് സൈഡൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു പ്രീമിയം ബ്രാൻഡായിട്ട് തോന്നും. ശരിക്കും ഒരു 1000 രൂപ 1500 രൂപയുടെ മുകളിൽ തോന്നും. ആക്ച്വലി ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വുഡ്ലാൻഡ്സിൻ്റെ ഒരു നോർമൽ വാലറ്റാണ്. അത്യാവശ്യം 1.5 കൊല്ലം 2 കൊല്ലമായി. അതുകൊണ്ടാണ് ഞാൻ മാറ്റാൻ വിചാരിച്ചത്. പിന്നെ നമുക്ക് അതിൽ RFID പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ വന്ന പുതിയ ക്രെഡിറ്റ് കാർഡിലും കാര്യങ്ങളൊക്കെ എല്ലാത്തിലും NFC ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എക്സ്ട്രാ മാറ്റാൻ വിചാരിച്ചത്. ഇത് ഒരു പരന്നിൻ്റെ പടമായിട്ടുള്ളൊരു മോഡലാണ് ഞാൻ എടുത്തിട്ട്. ശരിക്കും ഇതിൻ്റെ ലയൻ്റെ പടം അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അർബൻ ഫോറസ്റ്റ് ബ്രാൻഡ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഈ ലെയറിലാണ് നമുക്ക് RFID പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ഒരു എക്സ്ട്രാ ലെയർ പ്രൊട്ടക്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, റേഡിയോ ഫ്രീക്വൻസി പോകാണ്ടിരിക്കാനുള്ളൊരു ലെയർ. പിന്നെ നമുക്കിവിടെ കോയിൻസൊക്കെ ഇടാനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് മാറ്റി വയ്ക്കിയതിൽ ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. കോയിൻസൊക്കെ ഇടാനുള്ളൊരു സെക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു എക്സ്ട്രാ ഒരു സിബായിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കാർഡ് വയ്ക്കാൻ കുറേ സ്പോട്ട് വന്നിട്ടുണ്ട്. 1 2 3. അതുപോലെ നമുക്കിത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ID കാർഡും കാര്യങ്ങളൊക്കെ വയ്ക്കാം. അത് കഴിഞ്ഞ് ഈ സൈഡിലായിട്ട് പിന്നെ കാർഡ് വയ്ക്കാം. ഒരു 6 വേറെ എക്സ്ട്രാ 3 ഉണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ക്വാളിറ്റി സാധനം തന്നെയാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് തിന്നുമാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ബൾക്കായിട്ട് വരില്ല. പിന്നെ 2 നോർമൽ നമ്മുടെ നോട്ട് വയ്ക്കാനുള്ളൊരു പീസ് ഉണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ നമ്മുടെ റെഗുലറായിട്ടുള്ള വാലറ്റ് ആക്കാൻ പോലുള്ള ഉദ്ദേശത്തിലാണ്. കളറും എനിക്കൊരു വെറൈറ്റി ഇഷ്ടമായി. ബ്ലാക്കും ബ്രൗണും കണ്ടും എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു വേറെ ഒരു കളർ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ NFC കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡെബിറ്റോ ക്രെഡിറ്റോ ആവട്ടെ, നിങ്ങൾക്ക് എന്തായാലും ഒരു RFID പ്രൊട്ടക്ഷനുള്ള ഒരു വാലറ്റ് ഉപയോഗിക്കുന്നത് നല്ലത്. പിന്നെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഈ RFID ഫീച്ചർ NFC ഉള്ള കാർഡുകളിൽ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ റേഡിയോ ഫ്രീക്വൻസി ഡാറ്റ സ്റ്റോറേജ് വെച്ചിട്ട് നമുക്ക് ശരിക്കും ഒരു പേജിലുള്ള ഡാറ്റ നമുക്ക് ഈ ഒരു QR കോഡിലോ അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ വെച്ചിട്ട് നമുക്കൊരു കാർഡിൽ സേവ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഒരു കപ്പാസിറ്റി ഉള്ളൊരു സംഭവമാണത്. അപ്പോൾ നമുക്ക് നമ്മുടെ എത്ര ഡാറ്റ അതിലുണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും വിലപ്പെടുത്തിയ സംഭവമാണ് ഡാറ്റ. അപ്പോൾ നമ്മുടെ ഡാറ്റ എല്ലായിടത്തും എടുത്തുകൊണ്ട് പോലാണ് ഇപ്പോൾ ഡാറ്റ തെഫ്റ്റാണ് ഫുള്ള് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിൻ്റെ ഒരു സീരിയസ്നെസ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു RFID വാലറ്റിലേക്ക് മാറിയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ബഡ്ജറ്റ് RFID ആയതുകൊണ്ട് RFID പ്രൊട്ടക്ഷനുള്ളവർക്ക് വാലറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ചാനലിൽ ഇത് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. നോർമൽ പൈസ അല്ലാത്തതുകൊണ്ടാണ്, ഒരു ടെക്കും വരുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് പരിചയപ്പെടുന്നത്. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ കാണാത്തൊരു പോയി കാണുക, പങ്കെടുക്കുക. ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് ഫയൽ ലിങ്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോ കാണാം.